നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പം ഇരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു ജില്ലയിലാണ്. അപ്പോൾ എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയേക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കാം. എപ്പോഴാണെങ്കിലും ഞാൻ ഇടുക്കിയിലെത്തിയത് ഞായറാഴ്ച എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ഉച്ചയല്ല, ഒരു വൈകിട്ട് ഒരു 4 മണിയോടുകൂടി ഞാൻ ഇടുക്കിയിലെത്തി. അപ്പോൾ ഇടുക്കി ചെറുതോണിയിലാണ് എനിക്ക് പോസ്റ്റിംഗ്. കേരള ബാങ്കിൻ്റെ ചെറുതോണി ബ്രാഞ്ചിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയേക്കുന്നത്. അപ്പം എനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റിംഗ് ആയിരുന്നു. എങ്കിലും കുഴപ്പമില്ല. പിന്നെ മോൻ്റെ കാര്യങ്ങളും ആലോചിക്കുമ്പോഴുള്ള അവന് പിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള ഒരു പ്രയാസം, പിന്നെ ട്രെയിൻ സൗകര്യം ഇല്ലാത്തൊരു ജില്ലയായതുകൊണ്ട് തന്നെ കുറച്ച് ട്രാവലിംഗ് ഒക്കെ കുറച്ച് പാടാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, കുറച്ച് കംഫർട്ടബിൾ അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും സാരമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം ഇപ്പം പറയുമ്പോൾ പോലും സങ്കടം വരുന്നുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മോനെ ഇപ്പം അവിടെ നിർത്തിയേക്കുവാണ്. അപ്പം ഞാനും ഏട്ടനും കൂടാണ് ഇന്നിങ്ങോട്ട് വന്നത്. അപ്പം ഏട്ടൻ രാവിലെ പോയപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ്. ആ റൂമിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഹോസ്റ്റലൊക്കെ സെറ്റാക്കി. ഞങ്ങളിന്ന് 4 മണിക്ക് എത്തിയത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ഹോസ്റ്റലുകൾ നോക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ഒരു റൂമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നാളെ രാവിലെ അങ്ങോട്ട് കൊണ്ടുപോയി ലഗേജൊക്കെ വെച്ച് അവിടുത്തെ സെറ്റിൽമെൻ്റൊക്കെ ചെയ്തിട്ട് ബ്രാഞ്ചിൽ പോയി ജോയിൻ ചെയ്യാനാണ് തീരുമാനം. എല്ലാം അടുത്തടുത്താണ്. അതായത് ബ്രാഞ്ച് ഇവിടെ തൊട്ടടുത്താണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പെട്ടെന്നായിരുന്നു പോസ്റ്റിംഗ് ഓർഡർ വന്നത്. ശനിയാഴ്ച പോസ്റ്റിംഗ് ഓർഡർ വന്നു. തിങ്കളാഴ്ച ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാം വളരെ വേഗത്തിലായിരുന്നു. പിന്നെ ഒരിക്കലും ഞാനൊരു ആലപ്പുഴ, പത്തനംതിട്ടയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്ന ജില്ലകൾ. കൊല്ലം കിട്ടില്ല എന്നറിയായിരുന്നു. എന്നാലും അതും കിടന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രം ഒരു ചെറിയ വിഷമം, ചെറുതല്ല വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പം കൊല്ലത്തോട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ അധികം ട്രാവൽ ചെയ്യേണ്ടിയിരിക്കുന്നു. കോട്ടയം വരെ ഒന്ന് എത്തിക്കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് പോവാം. പക്ഷെ കോട്ടയം വരെ എത്തുക എന്ന് പറയുന്നത് ഇവിടുന്ന് ബസ് കയറി എനിക്ക് അറിഞ്ഞുകൂടി ഇപ്പോഴും ഇവിടുന്ന് എങ്ങനെയാണ് ബസ് ടൈമിങ്ങോ കാര്യങ്ങളോ അതൊക്കെ ഇവിടെ നമ്മളെ ബ്രാഞ്ചിലൊക്കെ ചെന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം എന്തായാലും കുറേ അധികം നേരം ഇരിക്കേണ്ടി വരും ബസ്സിലൊക്കെ ആയിട്ട്. ബസ്സിലും ട്രെയിനിലും എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂറിൻ്റെ ട്രാവൽ വരുമെന്ന് തോന്നുന്നു. എന്തായാലും കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കാവുന്നേ ഉള്ളൂ. നല്ല ക്ലൈമറ്റും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇടുക്കിയിൽ എത്തുന്നത് തന്നെ. ഇടുക്കിയിൽ ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അതും ചെറുതോണി എന്ന് പറയുന്ന മനോഹരമായ ഒരു പട്ടണത്തിൽ തന്നെ എനിക്ക് ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടി. വളരെ സന്തോഷം. നമ്മൾ കാണാതെയും എല്ലാം ഭയങ്കര അത്ഭുതം. ഇങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം ഞാൻ കോട്ടയം വരെ ട്രെയിനിൽ വന്നിട്ട് അവിടുന്ന് പിന്നെ തൊടുപുഴ വരെ ബസ്സിൽ വന്നു. തൊടുപുഴ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഏതാണ് എളുപ്പമെന്നൊന്നും. അതുകൊണ്ട് ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് പിന്നെ വേറൊരു ബസ്സിൽ കയറി ചെറുതോണി വന്നു. അപ്പം വരുന്ന വഴിയിൽ ഓരോ കാഴ്ചകളും ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഏട്ടനോട് തട്ടി വിളിച്ചു, അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊല്ലം പോലുള്ളൊരു ടൗണിൽ കിടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മലയോര മേഖലയിലോട്ട് വരുമ്പോൾ പല കാഴ്ചകളും നമ്മൾ അത്ഭുതപ്പെടുത്തുമല്ലോ. അപ്പോൾ ഇടുക്കിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, ചെറുതോണിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഭയങ്കര മനോഹരമായിട്ടൊരു സ്ഥലം, മനോഹരമായിട്ടുള്ള ആളുകൾ. കൂടുതൽ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റിംഗ് ആവുമ്പം ഞാൻ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നാളെ എന്തായാലും ഞാൻ ജോയിൻ ചെയ്യും. നിങ്ങളുടെ ഈ വീഡിയോ ഇടുന്ന ടൈമിന് മുമ്പേ ആ ടൈമിൻ്റെ മുന്നേ എന്തായാലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ഇടുക്കിക്കാരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.